Hey, this is Divya. Welcome back to First Steps with Divya. ഒരു 10 വയസ്സ് വരെ പേരൻസ് മാത്രമുള്ള നമ്മുടെ ലോകത്തേക്ക് അതിനുശേഷം ഒരുപാട് ഫ്രണ്ട്സ് കയറി വരും. ടീൻസിലും 20സിലൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവുമെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്തോറും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ചെറുതായിക്കൊണ്ടിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്കൊരു റിയലൈസേഷൻ വരും. ഇറ്റ്സ് നോട്ട് ദ നമ്പർ ഓഫ് ഫ്രണ്ട്സ് ദാറ്റ് മാറ്റേഴ്സ് ബട്ട് ദ ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ്. സോ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനും വെൽബീയിങ്ങിനും ഒക്കെ ചിലതരം സൗഹൃദങ്ങളോട് ചിലതരം കൂട്ടുകാരോട് കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കേണ്ടി വരും. അങ്ങനെ ഒരു 6 ടൈപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കുറിച്ചാണ് ഈ വീഡിയോ, ആൻഡ് ഓൾസോ ഹൗ ടു ഡീൽ വിത്ത് ദം. ഫസ്റ്റ് വൺ, നമ്മുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ സാധിക്കാത്ത ഫ്രണ്ട്സ്. നമ്മുടെ ഓരോ മോശാവസ്ഥയിലും ഓരോ ഫെയിലിയറിലും ട്രാജഡിയിലും ഒക്കെ ഇവർ കൂടെ നിൽക്കോട്ടോ. വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും ആശ്വസിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ലൈഫിൽ ഒരു നല്ല കാര്യം ഇവരോട് ഷെയർ ചെയ്താൽ, അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതോ വീട് വാങ്ങിക്കുന്നതോ എന്തിന്, ഒരു കുഞ്ഞുണ്ടാവുന്നതാണെങ്കിൽ പോലും ഇവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒരു കൂൾ റെസ്പോൺസ് ആയിരിക്കും കിട്ടുക. ഒന്നുകിൽ ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദേഷ്യം, പിണക്കം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സന്തോഷം കൂടെ കെടുത്തിക്കളയുന്ന ഒരു റെസ്പോൺസാണ് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുക. പിന്നെ ഇത് 1-2 തവണയല്ല കേട്ടോ, എപ്പോൾ ഗുഡ് ന്യൂസ് ഷെയർ ചെയ്താലും ഇതേ റെസ്പോൺസ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഒഴിവാക്കുന്നതാണ് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് നല്ലത്. സെക്കൻഡ് വൺ ഇസ് എനർജി ഡ്രെയിനേഴ്സ് ഓർ നെഗറ്റിവിറ്റി ആക്ടിവേറ്റേഴ്സ്. ഇവർ നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷേ ഇവരോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഫിസിക്കലി എക്സോസ്റ്റഡ് ആയി പോകും. ഇവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷന് ശേഷം യു ഫീൽ ഡ്രെയിൻഡ്. ഞാൻ എന്തിനാ ഇത്രയും നെഗറ്റീവ് സംസാരിച്ചതെന്ന് നമുക്ക് തന്നെ തോന്നും. ബേസിക്കലി എല്ലാ മനുഷ്യരുടെ ഉള്ളിലും പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉണ്ട്. ചില വ്യക്തികൾ നമ്മുടെ പോസിറ്റിവിറ്റീനെ ആക്ടിവേറ്റ് ചെയ്യും. അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുമ്പം യു ഫീൽ ഹാപ്പി, ഹോപ്പ്ഫുൾ. ചിലർ നേരെ തിരിച്ചാണ്, അവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് ആകെ ഒരു ഡാർക്ക് അടിക്കും. പിന്നീട് നമ്മൾ കാണുന്നതും പറയുന്നതും ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. സോ ഇവർ മോശപ്പെട്ട വ്യക്തികളാവണമെന്നില്ല, ദേ ജസ്റ്റ് ആക്ടിവേറ്റ് ദാറ്റ് നെഗറ്റീവ് സൈഡ് ഇൻ യു. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും അവരെ നെഗറ്റീവ് ആക്കുന്നത്. സോ നിങ്ങൾ രണ്ടുപേരും നല്ല ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പം അവിടെ ആകെ മൊത്തം നെഗറ്റീവാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവരെ നമ്മൾ കട്ട് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ദേ ആർ ആർ ഗുഡ് ഫ്രണ്ട്സ്. പക്ഷേ ഇവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും രണ്ടു കൂട്ടർക്കും നല്ലത്. തേർഡ് വൺ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഓർമ്മിക്കുന്ന ഫ്രണ്ട്സ്. ഈ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് തന്നെ ആവണമെന്നില്ല. അതെന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ഷനോ ഉപദേശം ചോദിക്കാനോ, ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നമോ വിഷമോ ഒക്കെ ഉണ്ട്, ദേ ജസ്റ്റ് വോണ്ട് ടു ഷെയർ വിത്ത് സമ്മൺ, സോ ദേ കോൺടാക്ട് ചെയ്യും. ഇതല്ലാതെ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റോ കോളോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇനി നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും അവർക്ക് സമയം ഉണ്ടാവില്ല. ഇവർക്കൊരിക്കലും നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ നിങ്ങൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനോ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ദേ ആർ ഹിയർ ഓൺലി ഫോർ ദെയർ പേഴ്സണൽ നീഡ്സ്. ഇവർ നിരുപദ്രവകാരികളായിട്ടുള്ള ഫ്രണ്ട്സാണ്, വലിയ ഗുണവുമില്ല ദോഷവുമില്ല. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് നഷ്ടം വരുന്നത് നമ്മുടെ സമയമാണ്. ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ സമയം, ജോലി, മറ്റ് പേഴ്സണൽ പ്രയോറിറ്റീസ് മാറ്റി വെച്ചിട്ട് ഇവർക്ക് വേണ്ടി ഇരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദേ ജസ്റ്റ് ഡിസപ്പിയർ ആഫ്റ്റർ ദിയർ നീഡ്സ് ആർ ഡൺ. അത് കഴിഞ്ഞ് അടുത്തൊരാവശ്യം വരുമ്പോൾ മാത്രമേ അവർ നിങ്ങളെ ഓർമ്മിക്കുള്ളൂ. ഇവരുടെ കേസിൽ യു ക്യാൻ സ്റ്റിൽ ബി ദിയർ ഹെൽപ്ഫുൾ ഫ്രണ്ട്, ബട്ട് നെവർ മേക്ക് ദം എ പ്രയോറിറ്റി ആൻഡ് ഡോണ്ട് വേസ്റ്റ് യുവർ വാല്യുബിൾ ടൈം ഓൺ ദം. സമയമുണ്ടെങ്കിൽ മാത്രം ഇവർക്ക് വേണ്ടി ഇരിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ദ ഫ്രണ്ട്സ് ഹു ഗോസിപ്പ് അബൌട്ട് ദി അതർ ഫ്രണ്ട്സ്. ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് വർക്ക് പ്ലേസുകളിലാണ്. ഇവർ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അതേസമയം ഇവർക്ക് 4-5 പേരുള്ള ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവും, വർഷങ്ങളായിട്ട് അടുപ്പമുള്ള വളരെ ക്ലോസ് ഫ്രണ്ട്സ്. ഇവർ നമ്മളോട് സംസാരിക്കുമ്പം ഈ ഫ്രണ്ട്സിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളും വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും കുറ്റങ്ങളും നമ്മളോട് പറയും. സോ ദിസ് ഷോസ് യുവർ ക്യാരക്ടർ. ദീസ് ആർ ദ പീപ്പിൾ ഹു ആർ വെരി നൈസ് ടു യു ബട്ട് ടോക്ക് ബിഹൈൻഡ് യുവർ ബാക്ക്. ഇത്തരം ഫ്രണ്ട്സിനോടൊരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് എടുക്കണം. യു ക്യാൻ ബി ഫ്രണ്ട്ലി വിത്ത് ദം ബട്ട് ഡോണ്ട് ഫോൾ ഫോർ ദിയർ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ വർക്ക് പ്ലേസ് റിലേറ്റഡ് ഒപ്പീനിയൻസോ ഒന്നും ഇവരോട് ഷെയർ ചെയ്യരുത്. ഇതിൻ്റെ വേറൊരു കാറ്റഗറിയാണ് ഗോസിപ്പ് റിപ്പോർട്ടേഴ്സ്. ഇവർ സ്ഥിരമായിട്ട് നമ്മളടുത്ത് വന്നിട്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യും. വാണിയാനെന്നുള്ള മട്ടിൽ ദേ ഫീഡ് യു നെഗറ്റിവിറ്റി. ഇവരോട് പലരും നമ്മുടെ കുറ്റങ്ങൾ പോയി പറയുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ദേ ആർ ലിസണിങ് ടു ഇറ്റ് ആൻഡ് നോട്ട് സ്റ്റോപ്പിംഗ് ഇറ്റ്. ഗോസിപ്പ് എന്ന് പറയുമ്പോൾ പറയുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ പരിഹസിക്കുമ്പം കേട്ടിരിക്കുന്ന ആൾക്ക് അതിലൊരു ഇൻട്രസ്റ്റും ഇല്ല, അല്ലെങ്കിൽ അയാൾ എതിർക്കുന്നുവെന്ന് കണ്ടാൽ പിന്നീട് അവരെക്കുറിച്ച് ആരും അയാളോട് പോയി ഗോസിപ്പ് പറയില്ല. സോ ഇവർ നമ്മളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ കേൾക്കുന്നു, എൻജോയ് ചെയ്യുന്നു, എന്നിട്ടൊരു സീക്രട്ട് ഇൻഫർമേഷൻ പോലെ പാസ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. നീ ആരോടും പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്ക് അവരോട് പോയി ചോദിക്കാനും പറ്റില്ല. ഇത്തരം ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് കീപ് ദം അവേ.
അഞ്ചാമത്തത് ദ ഫ്രണ്ട്സ് ഹു കാൻ ഹാൻഡിൽ ഡിസഗ്രിമെൻറ്റ്സ്. ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകൾക്കും സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുണ്ട്. ബി ഇറ്റ് അബൌട്ട് റിലിജൻ, പൊളിറ്റിക്സ്, ഹോമോസെക്ഷുവാലിറ്റി, ഫെമിനിസം, ലൈഫ് സ്റ്റൈൽ, ഏതൊരു ടോപ്പിക് എടുത്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്, ഒപ്പോസ് ചെയ്യുന്നവരും ഉണ്ട്. ഇറ്റ്സ് പെർഫെക്റ്റ്ലി നോർമൽ ഫോർ ഫ്രണ്ട്സ് ടു ഹാവ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. പക്ഷെ ചില ആളുകൾക്ക് ഈ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ദി ഗെറ്റ് ഒഫൻഡഡ്. അവരതൊരു പേഴ്സണൽ അറ്റാക്കായി എടുത്തിട്ടാണ് റിയാക്ട് ചെയ്യുക. For me, that's a toxic trait because I believe mature people know how to handle disagreements. ഇതുപോലെയുള്ള ഫ്രണ്ട്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, യു ആർ മൈ ഫ്രണ്ട് ആസ് ലോങ് ആസ് യു അഗ്രി വിത്ത് മീ, ഇഫ് നോട്ട് യു ആർ മൈ എനിമി. ഇവരുടെ അടുത്ത് നമ്മൾ വളരെ അലേർട്ടായിട്ട് നിൽക്കണം. ബിക്കോസ് അവർ ട്രിഗേർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ മറക്കും. ആ ഒരു സെക്കൻഡ് മുതൽ നിങ്ങൾ അവരുടെ ശത്രുവാണ്. സോ ദർ ഈസ് ലോട്ട് ഓഫ് സ്ട്രെസ് ആൻഡ് ഡ്രാമ ഇൻ ദിസ് റിലേഷൻഷിപ്പ്. For me, this kind of friendships are a strict no. Sixth, the friends who exploit you financially. ഇത് പല റേഞ്ചിലും ഉണ്ട് കേട്ടോ. ഒരുമിച്ച് എപ്പോൾ പുറത്ത് പോയാലും എല്ലാ എക്സ്പെൻസും നിങ്ങൾ തന്നെ എടുക്കണം. ഒരിക്കലും ഒരു ഭംഗിവാക്കായിട്ട് പോലും ഞാൻ കൊടുക്കാം എന്ന് പറയാത്ത സിമ്പിളായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർ തൊട്ട് ലോണിന് ജാമ്യം നിൽക്കുക, മണി ചെയിൻ പോലെയുള്ള അവർ പറയുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മൂന്നാമതൊരാളിൽ നിന്ന് വലിയ എമൗണ്ട് കടായി വാങ്ങിക്കൊടുക്കുക തുടങ്ങിയ വലിയ റെസ്പോൺസിബിലിറ്റികൾക്ക് നിർബന്ധിക്കുന്ന ഫ്രണ്ട്സ് വരെയുണ്ട്. ശരിയാണ്, ഫ്രണ്ട്സ് പരസ്പരം സഹായിക്കേണ്ടവരാണ്. ബട്ട് യു ഷുഡ് ഓൾസോ ബി അവെയർ ദാറ്റ് ദെർ ആർ പീപ്പിൾ ഹൂ എക്സ്പ്ലോയിറ്റ് യുവർ കൈൻഡ്നെസ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരെ നമ്മൾ മര്യാദയ്ക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഗട്ട്സാണ് ആൻഡ് ദ എബിലിറ്റി ടു സേ നോ. അതില്ലാത്തിടത്തോളം കാലം ആളുകൾ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി. ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു നല്ല ഫ്രണ്ട് ആയിരിക്കുന്നതും. സോ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു ടോക്സിക് ട്രേറ്റ് നിങ്ങൾക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു മേക്ക് എ ചേഞ്ച്. ഈ വീഡിയോയിൽ നമ്മൾ വെറും 6 ടൈപ്പ് ഓഫ് ടോക്സിക് ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ദെർ ആർ എ ലോട്ട് മോർ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ടോക്സിക് ഫ്രണ്ടിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇൻ കമൻറ്റ്സ്. വി ക്യാൻ ഓൾസോ ലേൺ ഫ്രം ദാറ്റ്. Thank you. See you in the next video.